ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഷൂ ഫ്ലവർ അഥവാ ചെമ്പരത്തിയെക്കുറിച്ചാണ്. മാൽവേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസ സിനൻസിസ് എന്നാണ്. നമ്മളിത് അലങ്കാരത്തിനായിട്ടാണ് നട്ടു വളർത്തുന്നതെങ്കിലും ധാരാളം ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണിത്. പണ്ട് കാലങ്ങളിൽ ഈ പൂവിൻ്റെ ഇതൾ ഉപയോഗിച്ച് ചെരുപ്പുകൾക്ക് തിളക്കം നൽകാറുള്ളതിനാലാണ് ഇംഗ്ലീഷുകാർ ഇതിനെ ഷൂ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഹിന്ദിയിൽ ഗുഡ്ഗൾ എന്നും മലയാളത്തിലും തമിഴിലും ചെമ്പരത്തി എന്നും സംസ്കൃതത്തിൽ ജപ എന്നും വിളിക്കുന്നു. 200-ലധികം ഇനങ്ങളുള്ള ഒരു വലിയ സസ്യവർഗമാണിത്. പല നിറങ്ങളിലും പല രൂപങ്ങളിലും ലോകമെമ്പാടും വളർത്തപ്പെടുന്നു. ചെമ്പരത്തി വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണെന്ന് പറയാൻ കാരണമെന്തെന്നാൽ ഇതിൽ ആന്തോസയാനിസുകൾ, ഫ്ലാവനോയിഡുകൾ, പോളിഫിനോളുകൾ, വൈറ്റമിൻ സി, അമിനോ ആസിഡുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉള്ളതിനാൽ ഈ സസ്യം ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ കോശങ്ങളുടെ ഓക്സിഡേറ്റ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. വൈറ്റമിൻ സി പ്രതിരോധശേഷിയെ പിന്തുണയ്ക്കുകയും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു. ചെമ്പരത്തിയിലെ ചില ഘടകങ്ങൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായി ചെമ്പരത്തി പൂവും ഇലയും മുടിയുടെ ആരോഗ്യത്തിനും തലയോട്ടിയുടെ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചെമ്പരത്തി ചായ, ജ്യൂസ്, ചെമ്പരത്തി മുട്ടുകൊണ്ട് മെഴുക്ക് വരട്ടി, അതുപോലെ ഉറക്കമില്ലാത്തവർക്ക് ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുന്നതും അത്യുത്തമമാണ്. അതിനാൽ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യപരമായ ഗുണങ്ങളുടെയും സമന്വയമായ ചെമ്പരത്തി ഒരു അലങ്കാര സസ്യം മാത്രമല്ല, മനുഷ്യ ശരീരത്തിന് ഗുണകരമായ നിരവധി ജൈവ സജീവ ഘടകങ്ങളുടെ പ്രകൃതിദത്ത ഉറവിടം കൂടിയാണ്. ഇനിയും ധാരാളം ഗുണങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം സന്ധിക്കും വരെ ഏവർക്കും വണക്കം.